അമ്മൂമ്മയുടെ വീട്ടിലേക്ക് ടേപ്പ് എടുക്കാൻ പോയപ്പോഴാണ് ഈ മഴ തുടങ്ങിയത് ഗൈസ്. ആ വേസ്റ്റൊക്കെ ഒഴുകി ഇങ്ങോട്ട് വരുമെന്നാണ്. ഇന്ന് രാവിലെ മഴ ഉണ്ടായിരുന്നില്ല അല്ലേ? അല്ലേ? മഴയത്തിറങ്ങല്ലേ, മഴയത്തിറങ്ങല്ലേ. നല്ല നമുക്ക് ടെറസിലോട്ട് പോവാ, ടെറസിൽ പോവാ. വാ നമുക്ക് ടെറസിലോട്ട് പോവാം. നമുക്ക് ടെറസിലോട്ട് നമ്മൾ പോവുകയാണ് ഗൈസ്. ഇവിടെ തുണിയൊക്കെയാണ്, ഇവിടെ ഇട്ടും കുത്തി കിടക്കുകയാണ്. ഇവിടെ ഇന്നലാണ് നമുക്ക് മഴയുടെ തവളയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഇത് നല്ല കാറ്റുണ്ട്, കണ്ടടാ. അറ്റത്ത് പോയല്ലേട്ടാ. ഇനി എന്താ നമുക്കറിയില്ല. കളി നോക്കാം, മഴ നോക്കാം. ഒരമ്മൂമ്മയുടെ വീട്ടിൽ ടേപ്പ് കൊണ്ടേ കൊടുക്കാൻ, സെല്ലോ ടേപ്പ് കൊണ്ടേ കൊടുക്കാൻ പോവാണ്. മഴയൊക്കെ കണ്ടു നിൽക്കാനൊക്കെ നല്ല സുഖമാണെങ്കിൽ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് മനുഷ്യർ വലയുന്നത്. ഇത്രയും ദിവസം ചൂട് കാരണം നമ്മൾ ഉരുകി ജീവിക്കണമായിരുന്നു. മഴയ്ക്കായിട്ട് നമ്മൾ പ്രാർത്ഥനയായിരുന്നു. മഴ വന്നപ്പോഴോ പിന്നെ വെള്ളപ്പൊക്കമായി, പനിയായി, ഡെങ്കിപ്പനിയായി. പിന്നെ ഓരോരോ കാലഘട്ടങ്ങളും നമ്മൾ ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണ്ടേ. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അവിടെ മഴ പെയ്യുമ്പോൾ കണ്ടോ, ഇപ്പുറത്ത് ഇരുട്ടാണ്, അതാണ് ഈ വശത്തോട്ട് കാണിക്കാത്തത് കേട്ടോ. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ ഇതെടുത്തു, പപ്പങ്ങ എടുത്തു. കാരണം കിളികളുടെ ശല്യം കാരണം പഴുത്ത പപ്പായ നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ, കിളികൾക്കും തിന്നണമെന്ന് തോന്നുമല്ലോ. രാത്രി ഒരു കാക്ക പറക്കണുണ്ടോ. പിള്ളേർ ഇപ്പോൾ അങ്ങോട്ട് ഓടിയിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ അവരെ കാണാൻ പറ്റും. കുട എടുത്തിട്ടാണോ പോയെന്നറിയില്ല. സിദ്ധു, അവർ ഓടിപ്പോയിന്നാ തോന്നുന്നത്. കുട എടുത്ത് പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് ഞാൻ താമസിക്കണമെങ്കിൽ തൊട്ടപ്പുറത്താണ് അമ്മ താമസിക്കുന്നത്. പിന്നെ 2-3 ദിവസം കഴിഞ്ഞാൽ സ്കൂള് ഓർക്കുമ്പോഴാണ് ഒരു പേടി. എല്ലാ ദിവസവും പുതിയ യൂണിഫോമൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ നനഞ്ഞ് കുതിർന്നൊക്കെ വരുമല്ലോ ബുക്കൊക്കെ. എല്ലാം കവറൊക്കെ ചെയ്ത് വേറൊരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് വേണം ബാഗിലിട്ട് കൊടുക്കാനായിട്ട്. പിന്നെ നമ്മൾ സൂക്ഷിക്കുന്ന പോലെയൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് സൂക്ഷ്മതോ ഇല്ല. അതാണ് ഒരു പ്രശ്നം. ഇതേ കാറ്റ് കണ്ടോ ഗൈസ്, ഓരോരുത്തരും നനഞ്ഞൊക്കെ പോവുകയാണ്. ഇന്ന് അവധി കൊടുത്തോണ്ടാന്ന് തോന്നുന്നത്. അംഗനവാടി പ്രവേശനോത്സവമായിരുന്നു, അത് അവധി കൊടുത്തോണ്ടാന്ന് തോന്നുന്നത്. രാവിലെ മഴ ഉണ്ടായിരുന്നില്ല, വൈകിട്ട് ഇത് ഇപ്പോഴാണ് മഴ തുടങ്ങിയത്. അവിടെ കണ്ടോ കുറേ മരങ്ങളുണ്ട് ഇവിടെ ഫ്രണ്ടിൽ. മുന്നിലത്തെ വീട്ടിൽ അത് മാവുണ്ട്. അവിടെ നല്ല പഴുത്ത മാങ്ങയൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരും കേട്ടോ അങ്കിളെ. ഇന്ന് രാവിലെ ആണെങ്കിൽ തെങ്ങിന്ന് തെങ്ങ് കണ്ട അതിലൊരു ഓല ഈ നമ്മുടെ ടിവിയുടെ ഈ സ്റ്റാൻഡിലെ സൺ ഡയറക്റ്റിൻ്റെ അതിൻ്റെ മുകളിൽ വന്ന് വീണ്. ഭാഗ്യം കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല. അവിടെ നിന്ന് ഇങ്ങനെ തീറ്റി വീണത്, എങ്ങനെ വീണതാണെന്നറിയില്ല. ഇതിൻ്റെ മുകളിലാണ് വന്ന് വീണത്. പിന്നെ ഞാൻ വന്ന് താഴെ വലിച്ചിട്ടപ്പോഴേക്കും ടി വി ഒക്കെ വെച്ച് നോക്കിയിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഓ നല്ല കാറ്റുണ്ട് കേട്ടോ. ഇതേ കണ്ട മരമൊക്കെ ആടുന്നുണ്ടോ. നല്ല കാറ്റുണ്ട്, തെങ്ങൊക്കെ ആടുന്നുണ്ടോ. മഴയ്ക്ക് വലിയ ശക്തിയൊന്നുമില്ല. ഇന്നലെ 2, 3, 4 പ്രാവശ്യമൊക്കെ മഴ പെയ്തു. റഷ് ഉണ്ടായിരുന്നില്ല ഇന്നലത്തെ ദിവസം. ഇന്ന് വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ചെമ്പരത്തിയുടെ ഇടയിൽ അത്തിപ്പഴത്തിൻ്റെ ഒരു ചെടിയാണിത്.
എന്നിട്ട് ഉണ്ടായതാണ്, ഇപ്പോൾ ഇല്ല. കണ്ടോ? ഇപ്പം എന്തായാലും ഇന്നിപ്പോൾ മീഡിയം മഴയായിരിക്കും. ഇനി ഇരുട്ടായതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നല്ല കാറ്റുണ്ട്. ഇതേ കണ്ടോ? ഒരു ശാന്തമായ മഴയാണ് കേട്ടോ. മുമ്പിലത്തെ വീട്ടിൽ മുരിങ്ങയുടെ മരമൊക്കെ ഉണ്ട്, അതൊക്കെ ആടുന്നുണ്ട് നല്ലതായിട്ട്. മുകളിലത്തെ മുരിങ്ങ എടുക്കാൻ പറ്റില്ല, താഴത്തേക്ക് മുരിങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടോ അവിടെ മരത്തിൽ നിന്ന് ഓല വീണ് കിടക്കണുണ്ടോ? അവർ ഗേറ്റിൻ്റെ അവിടെ നിൽക്കണ്ടെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വരുന്നുണ്ട്, നമുക്ക് അപ്പുറത്തോട്ട് പോകാം. അവർ വരുന്നുണ്ടെന്ന് ഓടി വന്നിരുന്നു. പക്ഷെ പിള്ളേരെയൊന്നും കാണുന്നില്ല. ഇവിടെ എനിക്ക് ഷീറ്റ് ഉണ്ട് തൊട്ടപ്പുറത്തെ. അപ്പോൾ ഈ മഴ പെയ്യുമ്പോഴേക്കും ആ ഷീറ്റിൽ ഇങ്ങനെ കല്ല് വീണ പോലെ ഒരു സൗണ്ടാണ്. ഈ മഴ പെയ്ത് കഴിയുമ്പോൾ ഒരു മണ്ണിൻ്റെ ഒരു മണം വരും. നല്ലൊരു ഇതാത് ഒരു പ്രത്യേകതരം ഒരു സ്മെല്ലാണ് മഴ പെയ്യുമ്പോൾ മണ്ണിൻ്റെയൊക്കെ. സാധാരണ ഇതിൽ കുറേ മാമ്പഴം ഉണ്ടാവുന്ന സീസണാണ് കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം എന്താണെന്ന് അറിയില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ആ മാങ്ങയൊക്കെ എടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം 1-2 കുറച്ചേ ഉണ്ടായുള്ളൂ. വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അവരെ. വീണ് 2 പേരും കടയിലോട്ട് ഓടിയേക്കണേ കേട്ടോ. എൻ്റെ അടുത്ത് പറയാം, എവിടെ പോണേന്ന്, ഇങ്ങോട്ട് വന്നേ, റോട്ടിൽ പോകല്ലേ. 2 പേരും കണ്ട വീട്ടിലോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് 2 പേരും. ഇതാണ് പുറത്തോട്ട് വിടാത്തത്. മഴ നനയാനുള്ള ഓരോരോ കോപ്രായങ്ങളാണ്. അപ്പോൾ വരൂ കേട്ടോ. രാവിലെ വെച്ച വേസ്റ്റാണ്. വേസ്റ്റ് കൊണ്ടുപോകണം. ആ ചേട്ടൻ വന്നുമില്ല. ആകെ കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ ഇന്ന്. പിന്നെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച് വരുമായിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വെച്ചതാണ്. പക്ഷേ പുള്ളിക്കാരൻ വന്നില്ല. എന്തെങ്കിലും കാര്യം ഉണ്ടാവുമായിരിക്കും ഇവിടെ. എന്തായാലും ഇനിയിപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് നാളെ രാവിലത്തേക്ക് പിന്നെയും വെക്കണം. ഇന്നലെ അവിടെ ആരോ കുപ്പിയൊക്കെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. മിനറൽ വാട്ടറിൻ്റെ നല്ല ഐസ് ബോട്ടിലായിരുന്നു. ആരോ വെച്ചിട്ട് മറന്ന് വെച്ചതാണ്. അതവിടെ തന്നെ ഉണ്ട് കണ്ടോ. ഹസ്ബൻഡ് വന്നു കേട്ടോ. എന്തായാലും ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.